മുരിങ്ങയില തോരൻ വെച്ച് കൊടുത്താൽ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ് അല്ലേ? എന്നാൽ നമുക്ക് ഈ രീതിയിൽ കുട്ടികൾക്ക് തോരൻ വെച്ച് കൊടുത്താലോ? കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. അതിനുവേണ്ടി കുറച്ച് മുരിങ്ങയില ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെക്കണം. 1 കപ്പ് തേങ്ങയിലോട്ട് 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരണം. ഈ രീതി വേണം തേങ്ങ കിട്ടാനായിട്ട്. ഇതങ്ങ് മാറ്റി വെക്കാം. ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ശകലം കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് സവാള ഇതിലോട്ടിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള പകുതി വരെ ഒന്ന് വഴണ്ട് വന്നാൽ മതി. ഈ ഒരു പരുവായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് 3 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം അങ്ങ് പൊട്ടിച്ചിടാമേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഇതിനെ ചിക്കിയെടുക്കുക. മുട്ട വലിയ പീസുകളായിട്ടൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതിനെ ചെറുതാക്കിയിട്ട് മുറിച്ച് അതിനെ ചിക്കിയെടുക്കുക. മുട്ടയെല്ലാം ഇതുപോലെ ചിക്കിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പച്ച സ്മെല്ല് മാറുന്ന വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. മുരിങ്ങയില കഴുകി വെള്ളമെല്ലാം പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മുരിങ്ങയുടെ വെള്ളമെല്ലാം പോയി വന്നിട്ടുണ്ട്. മുരിങ്ങയില ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കാം. മുട്ടയും തേങ്ങയൊക്കെ മുരിങ്ങയിലയുടെ എല്ലാ ഭാഗത്തുമായി കഴിയുമ്പോൾ ഒന്ന് അടച്ച് വെക്കുക. ഒരു 2-3 മിനിറ്റ് മാത്രം അടച്ച് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് തുറന്ന് ഇത് ഇളക്കി ഉപയോഗിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക.